Hi students, molecular spectroscopy 1 എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എനർജി ലെവൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. സെലക്ഷൻ റൂൾസ് അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. So in vibrational spectroscopy, absorption takes place in the IR region, therefore it is known as IR spectroscopy. IR റീജിയണിലാണ് ശരിക്കും അബ്സോർപ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മാറ്ററിൽ ആ മാറ്ററിലേക്ക് IR റേഡിയേഷനെ ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കുന്ന സമയത്ത് ആ മാറ്റർ എന്ത് ചെയ്യുന്നു, ആ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ വൈബ്രേഷണൽ എനർജി ലെവലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, അതൊരു ഇക്വേഷനിലൂടെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട്, M1 M2 മാസുള്ള രണ്ട് ബോഡീസ് ഉണ്ട്. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് RC ആണ്. ഇനിയും ഇവിടെ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. അതായത് ഈ ബോഡീസിന് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ടുവേർഡ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ ഇതിന് രണ്ട് ബോഡീസിന് അടുത്തേക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ അകലത്തേക്ക് പോകാൻ പറ്റും. ഇനിയും ഇതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ mu is equal to 1/2 pi root of k by mu. യൂണിറ്റ് ഈസ് സെക്കൻഡ് ഇൻവേഴ്സ് ഓർ ഹെഡ്സ്. അതിൽ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷണൽ ഫ്രീക്വൻസി. കെ എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. മ്യൂ എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് മാസ്. ഇനിയും ഇതിൻ്റെ വേവ് നമ്പറിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു 1/2 pi c റൂട്ട് ഓഫ് കെ ബൈ മ്യൂ. എങ്ങനെ മ്യൂ കണ്ടുപിടിക്കാം? M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇനിയും ഈ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മുടെ മോളിക്യൂളിനെ ഒരു സിമ്പിൾ ഹാർമണിക് ഓസിലേറ്ററായിട്ട് അസ്യൂം ചെയ്താണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ നമ്മുടെ ബോഡിയെ നമ്മൾ റിജിഡ് റോട്ടറായിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ, ഇൻ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ദ മോളിക്യൂൾ ബിഹേവ്സ് ലൈക്ക് എ സിമ്പിൾ ഹാർമണിക് oscillator, so that the potential energy of the simple harmonic oscillator as a function of displacement is given by V of x is equal to 1/2 k r minus rc square is equal to 1/kx square, where x is the displacement. ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ എന്താ പറയുന്നത്, ഷോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്നും ഡെറൈവ് ചെയ്ത് വരുന്നതാണ്. ദ സൊല്യൂഷൻ ഓഫ് ദ ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഗീവ്സ് ദ വൈബ്രേഷണൽ എനർജി ലെവൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ EV ഈസ് ഈക്വൽ ടു V പ്ലസ് ഹാഫ് H ന്യൂ, വെയർ V ഈസ് ഈക്വൽ ടു 0, 1, 2, 3. ദാറ്റ് ഈസ് കോൾഡ് വൈബ്രേഷണൽ. V ഈസ് കോൾഡ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ. ഇനി നമുക്കിതിൻ്റെ എനർജി ലെവൽ, അത് വൈബ്രേഷണൽ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? അതും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻ വഴിയാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? EV ഈസ് ഈക്വൽ ടു V പ്ലസ് ഹാഫ് H ന്യൂ, വേർ V ഈസ് ഈക്വൽ ടു 0 to 0, 1, 2, 3. അങ്ങനെ നമുക്ക് Vക്ക് നമ്പർ കൊടുക്കാൻ പറ്റും. ഇനി V0 ആവുന്ന സ്റ്റേറ്റ്, അപ്പോൾ അവിടുത്തെ എനർജി എന്തായിരിക്കും? EV ഈസ് ഈക്വൽ ടു ഹാഫ് H ന്യൂ. അപ്പോൾ V0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ മോളിക്യൂൾ എവിടെ? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന സമയത്ത് പോലും വൈബ്രേഷണൽ എനർജി അവിടെ ഉണ്ട്. ദാറ്റ് ഇസ് വാല്യൂ എന്താണ്? ഹാഫ് H ന്യൂ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടെ ഒരു എനർജി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് 0 പോയിൻ്റ് എനർജി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0 പോയിൻ്റ് എനർജി. അതായത് V ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോലും അവിടെ ഒരു എനർജി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് 0 പോയിൻ്റ് എനർജി. V എന്ന് പറയുന്ന വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ്, മറക്കില്ല. ഇനി നമ്മൾ ഇതിൻ്റെ എനർജി ലെവൽസിൻ്റെ സ്പേസിങ്ങിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? H ന്യൂ ആണ്. നമ്മൾ മറ്റേതിൽ 2B ആണെന്ന്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ 2B കണ്ടതുപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ എനർജി ലെവൽസിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് H ന്യൂ ആയിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ റൂൾ ഡെൽറ്റ V ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ് സെലക്ഷൻ റൂൾ. നമുക്കറിയാം അറ്റ് റൂം ടെമ്പറേച്ചറിൽ മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് ആർ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു 0. So the transition of interest is V is equal to 0 to V is equal to 1. That will call the fundamental vibrational frequency. So the transition from V is equal to 0 to V is equal to 1 is called fundamental vibrational frequency.
For IR spectroscopy, there should be a change in the dipole moment in course of absorption of radiation. So in vibrational spectroscopy also, or IR spectroscopy, there is some dipole moment. So in the case of homonuclear species, there are no transition between vibrational energy level, so they are IR inactive. So in the case of homonuclear, they are IR inactive because there is no transitions between the vibrational energy levels. But in the case of heteronuclear, they are IR inactive because there is transitions between the vibrational energy levels. If we consider a molecule does not behave like a simple harmonic oscillator, it means that it shows anharmonicity. So in vibrational spectroscopy, anharmonicity is also very important because as we said, in vibrational spectroscopy, the molecule behaves like a simple harmonic oscillator. But if a molecule does not behave like a simple harmonic oscillator, it means it shows some anharmonicity. What happened? Here is a diagram you can see that is V of R, that is the potential energy, versus R, that is a distance. So we can see a curve. So അതിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഒരു ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് താഴേക്ക് വന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വന്നു ഒരു മിനിമമായി, പിന്നെ അത് വീണ്ടും മാക്സിമത്തിലേക്ക് പോകുന്ന ഒരു ലൈൻ, അതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. അത് ഡോട്ട് ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. അതാണ് ശരിക്കും നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററായിട്ട് ബിഹേവ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇനിയും അല്ലാതെ നമ്മൾ സോളിഡ് ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നതാണ് ഈ അൺഹാർമോണിസിറ്റിയുടെ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത്. അന്നേരം നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ എന്താ പറയുക താഴേക്ക് വന്നു, അതായത് ഒരു മിനിമത്തിലേക്ക് വന്നു, പിന്നീട് അത് റൈസ് ചെയ്യാൻ തുടങ്ങി. റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് കുറച്ചങ്ങോട്ട് എന്തായിട്ട് മാറി, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി അല്ലേ, നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറും ആർ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ DE ആയിട്ടാണ് എടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇനിയും ഇതിൻ്റെ in the case of unharmonicity, potential energy VR is equal to DE into 1 minus exponential of minus A R minus RC the whole entire the whole square. From this we can calculate the DE also. DE is equal to DO plus 1/2 h nu, where D is called a dissociation energy. DE is called a dissociation energy. So ഇവിടെ നമുക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിച്ചിട്ടില്ല, അതാണ് DE എന്ന് പറയുന്നത്. DE എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ എനർജിയാണ്. അപ്പം ഈ ഒരു അൺഹാർമോണിസിറ്റിയുടെ കൺസെപ്റ്റ് നമുക്ക് എന്താ പറയുക കണ്ടുപിടിച്ചത് PM മോസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പം ഈ അൺഹാർമോണിസിറ്റിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, ഡെറിവേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. ഇനി vibrational energy in the terms of wave number, GV is equal to V plus half omega E minus V plus half the whole square omega E XC, where omega is equilibrium vibrational frequency and omega E XC is the unharmonicity constant. ഇനി ഈ അൺഹാർമോണിസിറ്റിയുടെ കേസിൽ നമ്മൾ വൈബ്രേഷണൽ എനർജിയുടെ ടേം വേവ് നമ്പറിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇക്വേഷനാണ് G of V is equal to V plus half omega E minus V plus half whole square omega E X എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അല്ലെ ഒമേഗ ഇ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം വൈബ്രേഷൻ ഫ്രീക്വൻസി, ആൻഡ് ഒമേഗ ഇ എക്സ് എന്ന് പറയുന്നത് അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനിയും ഈ ഒമേഗ ഇ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്, very very small when compared with the equilibrium vibration frequency, that is omega E. As a result of unharmonicity, the energy of the vibrational energy level is lowered and energy levels are not equally spaced. അപ്പോൾ ഈ അൺഹാർമോണിസിറ്റിയുടെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ എനർജി എന്താ പറയുക വൈബ്രേഷണൽ എനർജി ലെവൽസിൻ്റെ എനർജി അവിടെ കുറഞ്ഞു വരുന്നതായിട്ടും, അതുപോലെ തന്നെ ആ ലെവൽസ് തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എനർജി ലെവൽസ് തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് h nu ആണെന്ന് പറഞ്ഞു. പക്ഷേ അൺഹാർമോണിസിറ്റി കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും ബിക്കോസ് ഓഫ് അൺഹാർമോണിസിറ്റി ദ എനർജി ലെവൽസ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ് ആൻഡ് ദ എനർജി ഓഫ് ദ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഈസ് ലോവർഡ്. ഇനി അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സെലക്ഷൻ റൂൾ എന്താണ്? പ്ലസ് ഡെൽറ്റ V ഈസ് ഈക്വൽ ടു +or -1
+or-2 +or-3. ഇനി ΔV +or-1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി +or-2 ആണെങ്കിൽ അത് ഫസ്റ്റ് ഓവർടോൺ ബാൻഡ്സ് എന്നറിയപ്പെടും. +or-3 ആണെങ്കിൽ സെക്കൻഡ് ഓവർടോൺ ബാൻഡ് എന്നറിയപ്പെടും. ഇനിയും ഈ ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ദേ ആർ ഹൈലി ഇൻറ്റൻസ്, നല്ല ഇൻറ്റൻസിറ്റിയോടുകൂടി ആയിരിക്കും ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നീട് സെക്കൻഡ് ഓവർടോണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. In vibrational spectroscopy, an overtone band is a spectral band that occurs in the vibrational spectrum of a molecule when the molecule makes the transition from ground state to the second excited state. ഇനിയും ഓവർടോൺ ബാൻഡ്സ് എന്നാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഓവർടോൺ ബാൻഡ്സ് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ V=0 നിന്നും നമ്മുടെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് V=2 നടത്തുന്ന ട്രാൻസിഷനെയാണ് നമ്മൾ ഓവർടോൺ അല്ലെങ്കിൽ ഓവർടോൺ ബാൻഡ്സ് എന്ന് പറയാറ്. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ വരുന്ന എല്ലാം എന്താണ്? ഓവർടോണുകളാണ്. അപ്പോൾ V=0 നിന്നും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയ V=2 നടത്തുന്ന ട്രാൻസിഷനാണ് ഓവർടോൺ ബാൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് വേണമെങ്കിൽ പറയാം. V എന്ന് പറയുന്നത് അപ്പോഴും എന്താണ്? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് V=0 നിന്നും V=1 നടത്തുന്ന ട്രാൻസിഷനാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. ഇനിയും സീറോയിൽ നിന്നും V=0 നിന്നും V=n >1 നടത്തുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? ഓവർടോൺസ് എന്ന് പറയും. ഇനിയും V=1 നിന്നും V=n where n >1 is called hot transitions or hot bands. അപ്പം V=1 നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, അതായത് 3, 4, 5 നടത്തുന്ന ട്രാൻസിഷൻസിന് നമ്മൾ ഹോട്ട് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഹോട്ട് ബാൻഡ്സ് എന്ന പേരിലായിരിക്കും പറയാറ്. ഓക്കെ, അപ്പോൾ 0 നിന്നും 1 അത് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. 0 നിന്നും എന്താ പറയുക, 1 അല്ലാണ്ട് 2, 3, 4 അങ്ങനെ പോകുന്നതിന് ഓവർടോൺസ് എന്ന് പറയുന്നു. 1 നിന്നും V=1 to 2, 3, 4 നടത്തുന്നതിന് ഹോട്ട് ബാൻഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പം ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഓവർടോൺസ് എന്താണ്, ബാൻഡ്സ്, പിന്നെ അതിൻ്റെ അൺഹാർമോണിസിറ്റി കൺസിഡർ ചെയ്താലുണ്ടാകുന്ന ഇക്വേഷൻസ്, സെലക്ഷൻ റൂൾ ആൻഡ് ഓൾ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഹാർമോണിസിറ്റി കൺസിഡർ ചെയ്യുന്ന ഇത് വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെക്ചർ. Thank you.